ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ്. 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് എണ്ണ, അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ലീഫ് ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൈപ്പിടി അളവിൽ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ആ വഴണ്ട് വന്നതിന് ശേഷം ഞാനാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പം അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ബസുമതി റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിൽ ഒറ്റ വിസിൽ മാത്രമേ ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഒറ്റ വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ സംഭവം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ്, 1 സ്പൂൺ അളവിൽ ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഞാനത് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒഴിച്ച് നമുക്ക് അതിനെ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് അതിൻ്റെ ആവി പോകുന്നത് വരെ നമുക്ക് മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് അളവ് പറയാത്തത്, ഞാനിത് പെട്ടെന്നുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു തവണ എന്തോ ഉണ്ടാക്കിയിട്ടുള്ളൂ, എനിക്കങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. യൂട്യൂബിൽ കുറേ ഷാൻജിയോ എന്നൊക്കെ പറയുന്ന ചേട്ടൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ അതെല്ലാം കൂടെ കണ്ടിട്ട് എൻ്റെ ഒരു രീതിയിൽ ഞാനങ്ങ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ എണ്ണ ചൂടായപ്പോഴത്തേന് അതിലേക്ക് 2 പച്ചമുളകും പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കിയതാണ്, ഇത് വിട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റാം. അതിനുശേഷം ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയായിരുന്നു. 4 സവാള അരിഞ്ഞ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി. അതിനുശേഷം എരിവുള്ള മുളക് പൊടി കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, 1/2 ടീസ്പൂൺ അളവിൽ. അതിനുശേഷം ഒരു വലിയ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലയാണ്, ഗരം മസാല ഇട്ട് കൊടുത്ത് ഇത് 2 വലിയ തക്കാളി ഞാൻ അരച്ചെടുത്തതാണ്, നമുക്ക് നല്ലപോലെ കറിയൊന്നും കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ആണ്ടേ, ഈ 2 കാലില്ലേ, ബാക്കിയുള്ള ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ആ ചിക്കനിൽ മസാലയെല്ലാം പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു ശകല വെള്ളവും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമെങ്കിലും ഞാൻ വളരെ കുറച്ച് വെള്ളം, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിക്ക് പിടിക്കുമായിരുന്നു. അതുകൊണ്ട് ഇനി വേറൊരു പാനിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു കൈപ്പിടി അളവിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി സോറി കേട്ടോ, അത് എണ്ണയല്ല, നെയ്യാണ്. 50 ഗ്രാം നെയ്യാട്ടോ ഇത്. 50 ഗ്രാമിൻ്റെ നെയ്യായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്, അതിലാണ്. ഇനി അതേ നെയ്യിൽ തന്നെയാണ് ഞാൻ സവാള നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിൻ്റെ പുറത്ത് അതെല്ലാം ഇട്ടിട്ടുണ്ട്. ചോറ് വെന്ത് കുഴഞ്ഞൊന്നും പോയില്ല കേട്ടോ, കറക്റ്റ് പരുവത്തിന് എന്തോ ഭാഗ്യത്തിന് കിട്ടി. അതേപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനി ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. താങ്ക് യു സോ മച്ച്.